السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء. أما بعد. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല അവർകളുടെ അൽ ഹികമുൽ അതാഇയ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെയുള്ള ഒരു പഠന പര്യടനത്തിലാണ് നമ്മൾ. ഈ 7-ാം എപ്പിസോഡിലേക്ക്, 6-ാം ഹിക്മത്തിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. 6-ാമത്തെ ഹിക്മത്ത് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ലാ യകുൻ തഅഖുറു അമദിൽ അതാഇ മഅൽ ഇൽഹാഹി ഫി ദുആ മൂജിബൻ ലിയഅസിക് ഫഹുവ ضمن لك الإجابة فيما يختاره لك لا فيما تختاره لنفسك وفي الوقت الذي يريد لا في الوقت الذي تريد. താരതമ്യേന കുറച്ച് ദീർഘമായി തോന്നുന്ന ഹിക്മത്താണ്. അതിലെ വാചകങ്ങൾ, വാക്കുകളൊക്കെ കുറച്ച് കൂടുതലാണ്. ഏതായാലും നമുക്ക് ആശയത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് പദങ്ങൾ പരിചയപ്പെടാം. പതിവ് പോലെ ലാ യകുൻ, ആവരുത്, ആവാതിരിക്കട്ടെ, തഅഖുറു, വൈകൽ, അമദിൽ അതാ, ദാനത്തിൻ്റെ സമയപരിധി, ദാനത്തിൻ്റെ സമയം നീണ്ടുപോവുക, വൈകിപ്പോവുക എന്നത് ആവാതിരിക്കട്ടെ. മഅൽ ഇൽഹാഹി ഫി ദുആ, പ്രാർത്ഥനയിൽ അതിശക്തമായി, വളരെ കണിശമായി, നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലോടൊപ്പം, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം ദാനം അഥവാ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നർത്ഥം, അതിൻ്റെ സമയം വൈകിപ്പോവുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം വൈകിപ്പോവുക എന്നത് ആവാതിരിക്കട്ടെ. മൂജിബൻ, നിർബന്ധമാക്കുന്നത് ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കാരണം ആവാതിരിക്കട്ടെ. മൂജിബൻ എന്ന് പറഞ്ഞാൽ സബബൻ എന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. മൂജിബൻ, ഔജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുക, മൂജിബ് നിർബന്ധമാക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ മൂജിബാത്തുൽ ഉസുൽ എന്നൊക്കെ പറയുമല്ലോ, മുജിബാത്തുൽ വുളു എന്നൊക്കെ പറയുന്ന പോലെ നിർബന്ധമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം. മൂജിബൻ ലിയഅസിക, യഅസ് എന്ന നിരാശ, നിന്റെ നിരാശക്ക് കാരണം ആവാതിരിക്കട്ടെ. ആ ജുംല നമുക്ക് ആദ്യം ഒന്ന് പറയാം. എന്താണ് പറഞ്ഞത്? ലാ യകുൻ തഅഖുറു അമദിൽ അതാ. അതാ എന്ന് പറഞ്ഞാൽ അതാ യുഅതി എന്ന് പറഞ്ഞാൽ കൊടുത്തു, അതാ ദാനം. അപ്പോൾ ദാനത്തിൻ്റെ അമദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ സമയം, അതിൻ്റെ ടൈം. അപ്പോൾ ദാനത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഉത്തരം, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇവിടെ അതാഇൻ്റെ ഉദ്ദേശം. കാരണം അതിൻ്റെ അപ്പുറം മഅൽ ഇൽഹാഹി ഫി ദുആ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൽഹാഹ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുൽഹീന ഫി ദുആ, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, എനിക്ക് കിട്ടണമെന്ന വാശിയോടെ, ആ നിർബന്ധ ബുദ്ധിയോടെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പം നിരന്തരമായ പ്രാർത്ഥനയോടൊപ്പം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സമയം, ഉത്തരം കിട്ടുന്നതിൻ്റെ സമയം അത് വൈകുക എന്നുള്ളത്, അത് നീണ്ടുപോവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകുക എന്നുള്ളത് ഒരിക്കലും ആവരുത്. എന്താവരുത്? മൂജിബൻ ലിയഅസിക, നിന്റെ നിരാശക്ക് കാരണമാവരുത്. കാരണം എന്താ? ഫഹുവ, കാരണം അള്ളാഹു, ഫഹുവ എന്ന അള്ളാഹു എന്നർത്ഥം. അതെങ്ങനെ അള്ളാഹ് മനസ്സിലായത്? ആ സാഹചര്യം കൊണ്ട് മനസ്സിലാവും. കാരണം പ്രാർത്ഥന ആരോട്? അള്ളാഹുവോടാണ്. അതുപോലെ മുൻപത്തെ ഹിക്മത്തുകളിലൊക്കെ ചർച്ച തന്നെയാണ്. അപ്പോൾ അള്ളാഹുവാണ്. ഇത് സാലിക്കീങ്ങളോടുള്ള ഒരു വർത്താനമാണല്ലോ. അള്ളാഹുവിൻ്റെ മാർഗം അന്വേഷിച്ചു പോകുന്നവരുടെ മുമ്പിൽ ഫഹുവ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവ എന്നുള്ള കാര്യം പിന്നെ വിശദീകരിക്കണ്ട. ഫഹുവ, അവൻ അള്ളാഹു, ലമീനലക്ക, അവൻ നിനക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ലമീന എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ലമാൻ, മദ്മൂൻ, ലമീനലക്ക, അള്ളാഹു നിനക്ക് ഏറ്റെടുത്ത് ഗ്യാരണ്ടിയായി തന്നു. ലക്ക, നിനക്ക് ലിജാബ, ഉത്തരം നൽകൽ. ഉത്തരം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഉദുഊനി അസ്തജിബ് ലക്കും എന്നുള്ള വാക്കിലൂടെ അതുപോലെ അനേകം വാക്കുകളിലൂടെ. അപ്പോൾ അള്ളാഹു ഉത്തരം ഏറ്റെടുത്ത കാര്യമാണ്. ഫീമാ യഖ്താറുഹു ലക, പക്ഷെ എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, ഏത് കാര്യത്തിലാണ് ഉത്തരം? ഫീമാ, ഒരു കാര്യത്തിൽ, യഖ്താറുഹു, അവൻ നിനക്ക് തിരഞ്ഞെടുക്കും, ലക, നിനക്ക് വേണ്ടി. അള്ളാഹു നിനക്ക് തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഉള്ള ഇജാബത്ത് അവൻ ഏറ്റെടുത്തതാണ്. ലാ ഫീമാ തഖ്താറുഹു, നീ തിരഞ്ഞെടുക്കുന്നതിലല്ല. നീ ചോദിക്കുക, പക്ഷേ അതിൻ്റെ ഉത്തരം ഏത് രീതിയിൽ തരണമെന്ന് അള്ളാഹു തീരുമാനിക്കും, അള്ളാഹു തിരഞ്ഞെടുക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഇഖ്തിയാർ, റബ്ബിൻ്റെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ച് അവൻ ഉത്തരം നൽകുന്നുള്ള കാര്യം ഉറപ്പാണ്. ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക്, നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിലല്ല, അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിലുള്ള ഉത്തരം. ആ രീതിക്കനുസരിച്ചുള്ള എന്നർത്ഥം. അതുപോലെ വഫിൽ വക്തി, ഒരു സമയത്തിലും, അല്ലദീ യുരീദു, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്. നീ അള്ളാഹുവോട് ചോദിക്കുന്നു, ദുആ ചെയ്യുന്നു, എന്നാൽ നീ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉത്തരം നൽകും എന്ന് നീ ഉറപ്പിക്കണ്ട.
അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂല. നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. ലാഫിൽ വക്തില്ലതി തുരീദ്, നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. നീ ഉദ്ദേശിക്കുന്ന സമയത്ത് ആയിക്കോളണമെന്നില്ല, ചിലപ്പോൾ അതാവാം, ആയിക്കോളണമെന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ഉറപ്പാ, അതിൽ മാറ്റല്ല. അതുപോലെ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയത്തിൽ, നീ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലല്ല. അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന, നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു രീതിയിലും അങ്ങനെയുള്ള ഒരു സമയത്തും ഇജാബത്ത് നൽകും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അത് മൽമൂനാണ്. ആ ഏറ്റെടുത്ത കാര്യമായതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടാൻ വൈകുന്നു എന്നത് നിന്നിൽ നിരാശ ജനിപ്പിക്കരുത്, നിരാശ ഉണ്ടാക്കരുത്. ഇതാണ്. അപ്പോൾ ആശയം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 6ാമത്തെ ഹിക്മത്ത്, അടിമ ഉടമയുമായി എന്ന് പറഞ്ഞാൽ അബ്ദ് മഅബൂദായ ഇലാഹായ റബ്ബുമായി, ഉടയവനായ തമ്പുരാനുമായുള്ള ബന്ധം. അത് ഏറ്റവും ഗാഢമായ ഒരു ബന്ധമായിരിക്കണം. അള്ളാഹു ഒരടിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും ആ അടിമ തൻ്റെ ഉടമയെ, നാഥനെ, അള്ളാഹുവെ നിരന്തരം അവൻ സമീപിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് വനഹനു അഖറബു ഇലൈക്കും മിൻ ഹബിലിൽ വരീദ് എന്നൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ കർണനാടി നരമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ശരീരത്തിൻ്റെ ഏറ്റവും അടുത്ത, നമ്മുടെ മനസ്സുമായി, നമ്മുടെ ആത്മാവുമായി, നാമുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് അള്ളാഹുവിനുള്ളത്. അപ്പോൾ അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടാവണം. നമുക്കും ആ ബോധം എപ്പോഴും വേണം. അള്ളാഹ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ഉറപ്പന്നെയാണ്. നമുക്ക് ആ ബോധം ഉണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹു നിരന്തരം നമ്മെ നിരീക്ഷിക്കുന്നവനും അറിയുന്നവനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ നേരെ എല്ലാത്തിൻ്റെയും. എന്നാൽ ആ ബോധം നമുക്ക് അടിമക്കും വേണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിൻ്റെ മഖാം, ഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞത് അതാണല്ലോ. നമ്മൾ അള്ളാഹുവെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെയുള്ള ഒരു ബോധം നമുക്ക് വേണം. അപ്പോൾ ആ ബന്ധത്തിൻ്റെ, ആ ഒരു അള്ളാഹുവുമായുള്ള അടുത്ത സാമീപ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്, അതല്ലെങ്കിൽ നിദർശനമാണ് ആ റബ്ബുമായി നമ്മളെല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ദുആ അഥവാ പ്രാർത്ഥന. അള്ളാഹു ഒരു അടിമയിൽ നിന്ന് വളരെ പ്രതീക്ഷിക്കുന്ന, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അനുഷ്ഠാനമാണ് പ്രാർത്ഥന. അതൊരു ഇബാദത്ത് തന്നെയാണ് എന്ന് മാത്രമല്ല, അതാണ് ഇബാദത്ത്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസിലുണ്ടല്ലോ. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാണ്, അതിൻ്റെ ആത്മാവാണ്, സർവമാണ്. ഇബാദത്തിൻ്റെ സർവസ്വമാണ് ദുആ, പ്രാർത്ഥന എന്നൊക്കെ ഖുർആനിലുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുമുണ്ട് അനേകം സ്ഥലങ്ങളിൽ. നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അല്ലാഹു തആലാക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്ത് ഗാഫിർ 60-ാമത്തെ ആയത്ത്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആയത്തിൻ്റെ വിശദമായ തർജ്ജമയിലേക്ക്, അർത്ഥവ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, സമയം വളരെ പരിമിതമാകയാൽ. ഈ ഗാഫിർ സൂറത്തിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുപോലെ സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അവിടെയും അള്ളാഹു പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്താണ്, അടിമകളോട് വളരെ അടുത്താണ് ഞാൻ. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകും. സൂറത്തുൽ ആറാഫിലെ 85-ാമത്തെ ആയത്ത് കാണാം ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, തളർറുഅൻ താണുകേട് പ്രാർത്ഥിക്കുക. അതുപോലെ വേറെ ഒരു സൂറത്തിൽ കാണാം ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല, നബി അങ്ങ് പറയുക മാ യഅബഉ ബിക്കും, അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയേയില്ല, ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ. അപ്പോൾ അള്ളാഹുവയോട് നിരന്തരം നമ്മൾ ചോദിക്കണം, പ്രാർത്ഥിക്കണം എന്നത് റബ്ബിൻ്റെ വലിയൊരു താല്പര്യമാണ്, അള്ളാഹിൻ്റെ കൽപ്പനയുമാണ്. ഹദീസിലും കാണാം, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം, മൻ ഫുതിഹ ലഹു മിൻകും ബാബുദ് ദുആ ഫുതിഹത് ലഹു അബ്വാബുർ റഹ്മ വമാ സുഇലല്ലാഹു ശൈഅൻ യാനി അഹബ്ബ ഇലൈഹി മിൻ അൻ യുസ്അലൽ ആഫിയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുആ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ, ദുആൻ്റെ ബാബ് തുറക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ
ദുആ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ് അതിനർത്ഥം. അള്ളാഹുവോട് ചോദിക്കാൻ അവസരം ഉണ്ടായാൽ തന്നെ, ദുആ ചെയ്യാൻ തൗഫീഖ് ഉണ്ടായാൽ തന്നെ റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്നാണ് അതിനർത്ഥം എന്ന ഹദീസിൽ. നുഅ്മാൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദുആ ഹുവൽ ഇബാദ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി തആല മിനൽ ഇബാദ മിനദ് ദുആ. അല്ലാഹു തആലാക്ക് ദുആയിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ദുആ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ. സഹീഹുൽ ബുഖാരി. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആയാണ്. ഇങ്ങനെ ദുആഇൻ്റെ പ്രാധാന്യം, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും വിവരിക്കുന്ന ആയത്തുകളും ഹദീസുകളും എത്രയോ ആണ്. സാമ്പിളിന് വേണ്ടി കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പ്രാർത്ഥന അത് ഒരു അടിമ ഉടമയോട് അള്ളാഹുവോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരനുഷ്ഠാന കർമ്മം തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ മഹാന്മാരായ അയിമത്ത് പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലായല്ലോ. ഈ പ്രാർത്ഥന അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ ഒരടിമ മനസ്സിലാക്കേണ്ട, പ്രാർത്ഥിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, കടമകൾ, ഒരുപാട് നിബന്ധനകളൊക്കെയുണ്ട് പ്രാർത്ഥനകൾക്ക്. അപ്പോഴേ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. ആ പ്രാർത്ഥനക്ക് സ്വീകാര്യയോഗ്യമാകാനുള്ള അനേകം നിബന്ധനകൾ, അതിൻ്റെ ഷുറൂത്തും അതിൻ്റെ വാജിബാത്തും അതിൻ്റെ ആദാബുകളും ഒക്കെ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാം കൂടെ നമ്മൾ ഇവിടെ വിശദീകരിക്കല്ല, അടിസ്ഥാനപരമായുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ഏറ്റവും പ്രധാനമായി വേണ്ടത് ഹൃദയത്തിൻ്റെ സാന്നിധ്യം, ഹുദൂറുൽ ഖൽബ്. ഖൽബ് യഖ്ളാനായിരിക്കണം, ഖൽബ് ഉണർന്നുകൊണ്ടായിരിക്കണം. ഉറങ്ങി അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത രൂപത്തിൽ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറഞ്ഞതുപോലുള്ള പ്രാർത്ഥന, അധര വ്യായാമം എന്നൊക്കെ പറയുന്ന നാവിൻ്റെ ഒരു എക്സസൈസ്, നാവിൻ്റെ ഒരു വ്യായാമം പോലുള്ള പ്രാർത്ഥന. ഇന്നല്ലാഹ ലാ യഖ്ബലു മിൻ അബ്ദിൻ ഗാഫിലിൻ ലാഹിൻ എന്നൊക്കെ ഹദീസുകളുണ്ട്. ലാഹിയായ, ഗാഫിലായ, അശ്രദ്ധവാനായ ഒരാളിൽ നിന്ന് ഒരു അടിമയിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. അപ്പോൾ നല്ല ഹൃദയ സാന്നിധ്യം, ഹുദൂറുൽ ഖൽബ് വേണം. ഖൽബ് യഖ്ളാനായിരിക്കണം. ഹൃദയത്തിൻ്റെ മഷായർ, ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണർന്നിരിക്കണം. അള്ളാഹുവോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, റബ്ബിനോട് നമ്മൾ പറയാണ് എന്നുള്ള ആ ഒരു ബോധത്തോടെ, ആ ഒരു എന്താ പറയുക, ഒരു ഉടമയുടെ മുമ്പിൽ നിൽക്കുന്ന അടിമയുടെ എളിമയോടുകൂടി തന്നെ ആവണം ചോദിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു ഭൗതികമായൊരു കാര്യസാധ്യത്തിന് വേണ്ടി നാട്ടിൽ ഒരു പ്രമാണിയുടെ അടുത്ത് പോവുകയാണ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത്, അതല്ലെങ്കിൽ ഒരു MLA-ൻ്റെ അടുത്ത്, ഒരു മന്ത്രിൻ്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ എത്ര ബഹുമാനത്തിലും ആദരവിലും ആയിരിക്കും നമ്മൾ ചെല്ലുക. നമ്മൾ ഉള്ളതിലേറെ ബഹുമാനാദരവുകൾ കാണിക്കും, വളരെ ഭവ്യതയോടെ ആദരവോടുകൂടി നമ്മൾ കാണിക്കും, നിൽക്കും, കാര്യങ്ങൾ പറയും. ആ മന്ത്രി അതല്ലെങ്കിൽ MLA അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ അല്ലെങ്കിൽ കലക്ടറോ ആരായിരുന്നാലും ഉദാഹരണം പറയാം, അവർ നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെവി വട്ടം പിടിച്ച്, ചെവി കൂർപ്പിച്ച് പിടിച്ച് കേൾക്കും. അവരുടെ തിരുമൊഴികൾക്ക് വേണ്ടി, എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി. അവർ പറയുന്നത് എന്തോ നമ്മൾ സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടി കേൾക്കും. അതെന്താ, നമ്മളൊരു കാര്യം നേടാൻ വേണ്ടിയാണ്. അപ്പം മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും, സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ ഉള്ളതുപോലെ എന്തെങ്കിലും കാണിക്കുകയോ, കൈക്കൂലി നടത്തലല്ല ഞാൻ പറയുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാഴ്ചക്ക് കാണിക്കാന്നൊക്കെ പറയുമല്ലോ, കാഴ്ച അതൊക്കെ കൊടുക്കുകയോ, അതൊക്കെ അതിൻ്റെ ഒരു മര്യാദകളിൽ പെട്ടതാണ്. അവരുടെ ആ ഒരു എന്താ പറയുക, മനം കവരുക, അവരുടെ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം, പരിഗണന നേടിയെടുക്കാൻ വേണ്ടി അവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഇതൊക്കെ മനുഷ്യൻ ചെയ്യും. ഒരു ഉദാഹരണം പറയാം, അപ്പോൾ അല്ലാമുൽ ഗുയൂബായ റബ്ബുൽ ആലമീനായ ഉടയതമ്പുരാനായ നമ്മെ പടച്ച, ഈ സർവ്വചരാചരങ്ങളെയും പടച്ച, കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂനായ ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മൾ അശ്രദ്ധയോടെ, ഗഫലത്തോടെ, നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ, വേറെ എവിടെയെങ്കിലും നമ്മുടെ മനസ്സുകളെ പായിച്ചുകൊണ്ടോ, വേറെ ഏതെങ്കിലും ഭൗതിക ലോകത്തിൻ്റെ മേച്ചിലുപുറങ്ങളിൽ ഹൃദയത്തെ മേയാൻ വിട്ടുകൊണ്ടോ, മനസ്സിനെ മേയാൻ വിട്ടുകൊണ്ടോ നമ്മൾ പറയുകയാണെങ്കിൽ, നിസ്കാരത്തിലാവട്ടെ മറ്റ് സമയങ്ങളിലാവട്ടെ, ആ പ്രാർത്ഥനയ്ക്ക് പിന്നെ എന്തർത്ഥമുള്ളത്? അപ്പോൾ പ്രാർത്ഥന അത് ഹുദൂറുൽ ഖൽബോടെ, യഖ്ളത്തുൽ ഖൽബോടെ, നമ്മുടെ മുഴുവൻ മഷായറും മുഴുവൻ നമ്മുടെ ഹൃദയ വികാരങ്ങളും ഉണർന്നിരുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിൽപ്പോടെ ഇതിന് ഉത്തരം കിട്ടണം. അല്ലാഹു വഅൻതും മൂഖിനൂന ബിൽ ഇജാബ ഹദീസിലുണ്ട്. നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ കിട്ടട്ടെ, വേണമെങ്കിൽ അള്ളാഹു ഉത്തരം നൽകട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്നുള്ള രീതിയിലല്ല. ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ലിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന ഉറപ്പ്, കിട്ടണം എന്ന ഉറപ്പ്, ആ ഒരു മനസ്ഥിതിയോട് കൂടി തന്നെ ദുആ ചെയ്യണം എന്നാണ്. അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ ദുആ ചെയ്യേണ്ടത്. മഹാന്മാരായ അയിമ്മത്ത്, ഉലമാ, ആയാത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദുആഇൻ്റെ ആദാബുകളിൽ, ഷുറൂത്തുകളിൽ, അഹ്കാമുകളിൽ ഈ കാര്യങ്ങളൊക്കെയുണ്ട്. അതോടൊപ്പം നമ്മളൊരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ മഅബൂദാണ്, അള്ളാഹു നമ്മുടെ ഉടമയാണ്, ഇലാഹാണ്, നമ്മൾ അടിമയാണ്. ആ അടിമയാണെന്ന ബോധം നമുക്ക് വേണം. അപ്പോൾ അള്ളാഹുവോട് നമ്മൾ കൽപ്പിക്കുകയല്ല. ഒരു യജമാനൻ, പലപ്പോഴും നമ്മളൊക്കെ പലരുടെയും
പിന്നെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പലരുടെയും പ്രതികരണങ്ങൾ കേട്ടാൽ തോന്നുന്നു നമ്മളാണ് യജമാനന്മാർ, അള്ളാഹു നമ്മുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം നമ്മളൊക്കെ പലപ്പോഴും, നമ്മളടക്കം പലപ്പോഴും ഞാൻ കുറേ ദുആയിരുന്നു കിട്ടണില്ല, പടച്ചോൻ ഞാൻ എൻ്റെ ദുആ ഒന്നും കേൾക്കണില്ല എന്ന് നിരാശാരൂപത്തിൽ പറയുന്നത് കേൾക്കാം. അത് വളരെ വലിയ അപകടം പിടിച്ചൊരു വാക്കാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണ്. ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട് പല ആയത്തുകളിൽ, ഒരിക്കലും നിങ്ങൾ നിരാശരാവരുത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശ കാഫിര്യങ്ങളുടെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് കാഫിറുകളല്ലാതെ, സത്യനിഷേധികളല്ലാതെ വേറെ ആരെങ്കിലും ഭഗ്നാശരാകുമോ, ആശ മുറിഞ്ഞു പോകുമോ, നിരാശരാകുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാഫിര്യങ്ങളല്ലല്ലോ, നമ്മൾ മുഅ്മിനീങ്ങളാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അള്ളാഹുവെ അംഗീകരിക്കുന്ന, റബ്ബിനെ യജമാനനായി കാണുന്ന, മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന, അത് ഹൃദയം കൊണ്ട് അറിഞ്ഞ് മനസ്സുകൊണ്ട് വെളിവാക്കി ആ ഉറച്ച ഈമാനിലും അഖീദയിലും നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ റബ്ബിനെ നമ്മൾ ഉടമയായിട്ട് തന്നെ കാണണം. എന്നിട്ട് നമ്മൾ അള്ളാഹുവോട് ചോദിക്കുക. അപ്പോൾ അള്ളാഹുവോട് നമ്മൾ കൽപ്പിക്കല്ല, ആജ്ഞാപിക്കല്ല, നമ്മൾ അള്ളാഹിനോട് യാചിക്കുകയാണ്. ഇരന്ന് ചോദിക്കുക, ദുആ ഇരക്കുക എന്നല്ല പറയാം. ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുആ ഇരക്കുക എന്ന പദം കൂടെ അതിൽ ഒന്നുകൂടെ സങ്കലമാണ്, അർത്ഥപൂർണ്ണമാണ്. ദുആ ഇരക്കുക, നമ്മൾ ഇരന്ന് ചോദിക്കുകയാണ്. തരലും തരാതിരിക്കലും ഒക്കെ റബ്ബിൻ്റെ പൊരുത്താണ്. അള്ളാഹ് തരും എന്ന് പറഞ്ഞതാണ്, പക്ഷേ തരും എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അളവിലും അതേ മാത്രയിലും അതേ സമയത്തും അതേ വോള്യത്തിലും ആയിരിക്കണം എന്നല്ല അള്ളാഹു തരിക. ചിലപ്പം വേറെ രൂപത്തിലായിരിക്കും. നമ്മൾ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് അറിയിട്ടല്ല, നമ്മളെ ഉദ്ദേശം പടച്ച റബ്ബിന് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചോദിക്കുന്ന ആ കാര്യത്തിൽ നമുക്ക് ഖൈറുണ്ടാവില്ല, നമുക്കതുകൊണ്ട് വലിയ ഷർറായിരിക്കും. നമുക്കതറിയില്ല. ഹസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷേ നിങ്ങൾക്കത് ഷർറായിരിക്കാം അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ വെറുക്കും, പക്ഷേ അതായിരിക്കും നമുക്ക് ഖൈർ. ഹസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ചില കാര്യങ്ങൾ സംഭവിക്കണേ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അത് സംഭവിക്കൂല. നമ്മൾ ദുആ ചെയ്യും, പക്ഷെ അത് സംഭവിക്കൂല. അപ്പം നമുക്കപ്പൊരു നിരാശയൊക്കെ തോന്നും, പക്ഷെ നിരാശ തോന്നണ്ട. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കലിലായിരിക്കും ഖൈർ. നമ്മൾ തന്നെ എത്രയോ കേൾക്കാറുണ്ടല്ലോ, ചില സമയത്ത് പിന്നെ ബസ് മിസ്സായി പോയത്, ട്രെയിൻ മിസ്സായി പോയത്, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി പോയത് ഒക്കെ വലിയ അപകടങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടതിൻ്റെ വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെ മംഗലാപുരത്ത് ഷിരൂരോ അവിടെ വലിയൊരു അപകടം നടന്നപ്പോൾ മണ്ണിടിച്ചിലും പിന്നെ ലോറി അപകടം മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിശദീകരിക്കാമല്ല. ആ സമയത്ത് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിരുന്നു, വണ്ടി പഞ്ചറായി പോയത് കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു, അയാൾക്ക് എയർപോർട്ടിലെത്താൻ വേണ്ടി വൈകി. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ വൈകിപ്പോയതിൻ്റെ കാരണത്താൽ. അതുപോലെ ചിലപ്പോൾ നമ്മൾ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബസ് പിന്നെ ഒരു അപകടത്തിലായിരിക്കും പെട്ടിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ കാത്തുകൊള്ളുന്നത് ഏത് രൂപത്തിലാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെ തരലായിരിക്കണം എന്നില്ല അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. ഇതിന് നമുക്ക് ഒരു ഉദാഹരണം സഹിതം പറയുകയാണെങ്കിൽ, അള്ളാഹു തആല എല്ലാം അറിയുന്നവരും കാണുന്നവരും റഹീമും റഹ്മാനും ഒക്കെയാണ്. ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലാവണം എന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ കാഴ്ചയ്ക്ക് ഒരു പക്ഷേ അള്ളാഹു റഹ്മത്ത് കാണിച്ചില്ല എന്ന് നമുക്ക് തോന്നുക, പക്ഷെ അത് റഹ്മത്ത് ഉണ്ടാവും. അങ്ങനെ വിശ്വസിക്കണം. അതാണ് മുഅ്മിൻ. ഒരു ഉദാഹരണം പറയാം, സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കാവുന്നൊരു ഉദാഹരണം പറയാം. ഒരു ഉപ്പ അല്ലെങ്കിൽ ഉമ്മ, ചെറിയൊരു കുഞ്ഞ്, വകതിരിവ് എത്തിയിട്ടില്ലാത്തൊരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ ദൂരെ കാണുകയാണ്, ഒരു സ്ഥിരിപ്പെട്ടി ഇങ്ങനെ, പിന്നെ എന്താ പറയുക, അതിൻ്റെ പൈലറ്റ് ബൾബൊക്കെ ഉണ്ട്, സ്ഥിരിപ്പെട്ടിൻ്റെ ലൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ലൈറ്റൊക്കെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥിരിപ്പെട്ടി, അതിങ്ങനെ ചുട്ട് പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് വിവേചനപ്രായം എത്തിയിട്ടില്ലാത്ത, ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് ആ സ്ഥിരിപ്പെട്ടി പിടിക്കാൻ വേണ്ടി അവൻ ചെല്ലുക. അവൻ ലൈറ്റൊക്കെ കണ്ടിട്ട് ആകർഷണമായിട്ട്. അപ്പോൾ ആ സമയത്ത് സ്ഥിരിപ്പെട്ടി പിടിക്കാൻ പോകുമ്പോൾ കുട്ടിയുടെ മനസ്സിലുള്ളത് ആ സ്ഥിരിപ്പെട്ടി അല്ലെങ്കിൽ ആ ലൈറ്റ്, ആ കാണാൻ ഭംഗിയുള്ള ആ വസ്തു പിടിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് ശ്രദ്ധയിൽപ്പെടുന്ന കുട്ടിയുടെ ഉമ്മ അതല്ലെങ്കിൽ ഉപ്പ പെട്ടെന്ന് ആ കുട്ടിയെ പിടിച്ചു മാറ്റും, അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടി മാറ്റി വെക്കും. അപ്പോൾ ഈ കുട്ടി കരയും. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി, താൻ ആഗ്രഹിച്ചൊരു സംഗതി തൻ്റെ ഉമ്മ അതെനിക്ക് വിലക്കി, തൻ്റെ ഉപ്പ അതെനിക്ക് വിലക്കി, തന്നെ പിടിച്ചു മാറ്റി കുട്ടി കരയും. ആ സങ്കടം കൊണ്ടാണ്, അത് ദുഃഖം കൊണ്ടാണ്, പ്രതിഷേധം കൊണ്ടാണ് കുട്ടി കരയുക. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിയെ സ്ഥിരപ്പെട്ടി പിടിക്കാൻ വിടലാണോ? അതുപോലെ ഒരു പാമ്പ് അവിടെ നിൽക്കുന്ന പത്തിയ ഒരു മൂർഖൻ ഇങ്ങനെ പടം വിടർത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുട്ടി, ഇത് പാമ്പാണെന്നറിയാത്ത കുട്ടി അത് ആ പണം വിടർത്തിയാടുന്ന മൂർഖനെ പിടിക്കാൻ പോകാൻ നോക്കുക. പിടിക്കാൻ വിടുമോ? ഉമ്മ ഉപ്പ ഇല്ലല്ലോ, മാറ്റും. ആ പാമ്പിനടിച്ചോടിക്കും, അല്ലെങ്കിൽ കുട്ടിയെ പിടിച്ചു മാറ്റും. ഇങ്ങനെ ഒരുപാട് ഉദാഹരണം പറയാം. അതുപോലെ തീക്കട്ട കാണുന്ന കുട്ടി, ആ തീക്കട്ട പിടിക്കാൻ വേണ്ടി പോകുന്ന കുട്ടി, അതിന് ഓടുന്ന കുട്ടി, ആ കുട്ടിയെ പിടിച്ചു മാറ്റും, കുട്ടി കരയും. പക്ഷേ ആ സമയത്ത് ആ കുട്ടിയോടുള്ള റഹ്മത്താണ്, കുട്ടിയോടുള്ള കാരുണ്യമാണ്, കുട്ടിയെ സംരക്ഷിക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്, അതിലുള്ള ആ എന്താ പറയുക, ആ ത്വരയാണ് ഈ ഉമ്മയിൽ, വാപ്പയിൽ, രക്ഷിതാവിൽ നമ്മൾ കാണുന്നത്.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിങ്ങനെ കാക്കുകയാണ്. അള്ളാഹു നമ്മൾ കാത്തു സംരക്ഷിക്കും. നമുക്ക് തോന്നുക അത് വലിയ അള്ളാഹു നമ്മൾ റഹ്മത്ത് കാണിച്ചില്ലല്ലോ എന്നാണ്. നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പാടെ ആഗ്രഹിക്കുന്ന മാത്രയിൽ, ആഗ്രഹിക്കുന്ന അളവിൽ, ആഗ്രഹിക്കുന്ന സമയത്ത് അതേപോലെ ഇങ്ങോട്ട് യാഥാർത്ഥ്യമാക്കി തരിക എന്നുള്ളതല്ല പടച്ചോൻ പണി, അതല്ല പടച്ചോൻ്റെ ധർമ്മം, അതല്ല പടച്ചോൻ ഏറ്റത്. അള്ളാഹു ഉത്തരം നൽകുക. അതാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറയുന്നത്, ലാ യകുൻ ആവരുത് തഅഖുറു അമദിൽ അത്വാ. അൽ അത്വാ ദാനം എന്ന് പറഞ്ഞാൽ അൽ ഇജാബ, ഇജാബത്തു ദുആ, ഇസ്തിജാബത്തു ദുആ എന്നർത്ഥം. അമദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം. അപ്പോൾ ലാ യകുൻ തഅഖുറു അമദിൽ അത്വാ, നമ്മൾ അള്ളാഹുവോട് ഒരു കാര്യം ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതിൻ്റെ സമയം വൈകുക എന്നുള്ളത്, പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം വൈകിപ്പോവുക എന്നുള്ളത് മാൽ ഇൽഹാഹി ഫി ദുആ, നമ്മൾ നിരന്തരം ചോദിക്കുന്നതോടൊപ്പം ഇൽഹാഹ് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുൽഹീന ഫി ദുആ എന്ന് പറഞ്ഞാൽ നിരന്തരം അള്ളാഹുവോട് ഉത്തരം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ, കാർക്കശ ബുദ്ധിയോടെ ചോദിക്കുക. അതാണ് ഇൽഹാഹ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഇൽഹാഹ് നമ്മൾ ചെയ്യണം. ആ ഇൽഹാഹോട് കൂടി നമ്മൾ ദുആ ചെയ്തിട്ടും അതിൻ്റെ ഉത്തരം വൈകിപ്പോവുക എന്നുള്ളത് ആവരുത്. എന്താവരുത്? മൂജിബൻ ലിയസിക്ക, നിന്റെ നിരാശക്ക് കാരണമാവരുത്. നിരാശയെ കൊണ്ടുവരുന്നതാവരുത്. നിരാശക്ക് കാരണമാവരുത്. കാരണം ബഹുവലമീനലക്ക, അള്ളാഹു നിന്നെ കേട്ടെടുത്തതല്ലേ അല്ലിജാബത്ത, ഉത്തരം നൽകാമെന്ന്. ഫീമാ യഖ്താറുഹു ലക, അള്ളാഹു നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിൽ. ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക്, നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിലല്ല. നാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, ഇപ്പോൾ ഈ കുട്ടിയെ കുറിച്ച് പറഞ്ഞ പോലെ, കുട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അസ്ഥിരി വെട്ടി പിടിക്കലാണ്. കുട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ പണം വിടർത്തിയാടെന്ന് മൂർഖനെ പിടിക്കലാണ്. കുട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ തീക്കനൽ കോരലാണ്, വാരലാണ്. പക്ഷേ അള്ളാഹു തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മ തീരുമാനിക്കുന്നത് മറിച്ചൊന്നാണ്. ഇതുപോലെ അള്ളാഹു തീരുമാനിക്കുന്നത് വഫിൽ വഖ്തില്ലദീ യുരീദ്, അതുപോലെ നമ്മൾ അള്ളാഹുവോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ നേടണം. നമ്മൾ വാശി പിടിക്കരുത്. നമുക്ക് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് വൈകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ സമാധാനം കൊള്ളണം. അള്ളാഹു ഇതിൽ എന്തെങ്കിലും ഹൈർ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഹൈർ പക്ഷേ ഇപ്പോൾ കിട്ടലായിരിക്കില്ല എന്ന് സമാധാനിക്കാൻ മനുഷ്യന് കഴിയണം. ലാ ഫിൽ വഖ്തില്ലദീ തുരീദ്, മനുഷ്യ നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. ഇതിന് നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട വേറൊരാളും ലോകത്തില്ലല്ലോ, വന്നിട്ടുമില്ല, വരാനുമില്ല. 14 ലോകങ്ങളും സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും അള്ളാഹു ഹബ്ബുള്ളത്, അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ് ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കവച്ചു വെക്കുന്നവരാരുമില്ലല്ലോ. ദുആന്റെ ഇജാബത്തിന്റെ വിഷയമാവട്ടെ, എന്ത് കാര്യത്തിലാവട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിനെ മേലെ കവച്ചു വെക്കുന്ന ആരാളുള്ളത്? ഒന്നുമില്ല. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അള്ളാഹുവോട് ചില കാര്യങ്ങൾ ദുആ ചെയ്തിട്ട് ആ ദുആക്ക് ഉടനടി മറുപടി കിട്ടിയിട്ടുണ്ടോ? പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ചില സമയങ്ങളിൽ വളരെ വൈകി, ഒരുപാട് ആണ്ടുകളല്ല, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ വരെ നീണ്ടി. ഒരൊറ്റ ഉദാഹരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നബൂവത്തിൻ്റെ ദഅവത്തിൻ്റെ ഒക്കെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമയം, മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ വളരെ വലിയ ക്രൂരതകൾ, താഠന പീഡന മുറകളൊക്കെ അഴിച്ചുവിടുകയാണ്. എത്രത്തോളം അപ്പുറക്കെ റസൂൽ ക്ഷമിച്ചു, സഹിച്ചു. ചിലപ്പോൾ കല്ലെറിഞ്ഞു, ചിലപ്പം ചീത്ത വിളിച്ചു, അതുപോലെ പരിഹസിച്ചു, വേദനിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴൊക്കെ ക്ഷമിച്ചു, സഹിച്ചു. ത്വായിഫിലൂടെ നടന്നു നീങ്ങുമ്പോൾ കല്ലേറ് കൊണ്ടിട്ട് റസൂലുള്ളാഹിന്റെ തിരുമേനിയിൽ നിന്ന്, തിരുദേഹത്തിൽ നിന്ന്, തിരുപാദങ്ങളിൽ നിന്നൊക്കെ രക്തമൊലിച്ചപ്പോഴും അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, പടച്ചോനെ പുറത്തു കൊടുക്കേണ്ട സമൂഹത്തിന്. മാലാഖമാർ വന്നുകൊണ്ട് പറഞ്ഞു, പർവ്വതം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്കറിയാലോ ചരിത്രം. ആ പർവ്വതങ്ങൾക്കിടയിലിട്ട് കൊണ്ട് തായിഫുകാരെ ഞെരിച്ചു കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എൻ്റെ ഖൗമിന് പുറത്തു കൊടുക്ക്. അവരിൽ നിന്ന് നിന്നെ ഇബാദത്തെടുക്കുന്ന, നിന്നെ ആരാധിക്കുന്നവർ അവരുടെ തലമുറകളിൽ നിന്നെങ്കിലും വന്നേക്കുമോ, അവരുടെ തലമുറകളിൽ നിന്നെങ്കിലും വരുമായിരിക്കുമല്ലോ എന്ന പ്രത്യാശയാണ്, എന്ന പ്രാർത്ഥനയാണ് നബി തങ്ങൾ ഉരുവിട്ടത്. ചുരുക്കി പറയാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ കഅബ ശരീഫിൻ്റെ മുമ്പിൽ വെച്ച് റസൂലുള്ളാഹി സുജൂദിലായി കിടക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകളിലെ പ്രമാണിമാരായ കുറച്ച് ആളുകൾ അവിടെ അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിൽപ്പെട്ട ഏതോ ഒരു വികൃതി എന്നല്ല, ഒരു ക്രൂരൻ, ഒരു രാക്ഷസ മനസ്കൻ പറയാണ്, ആരാ ഇപ്പം നല്ല പറ്റിയ സമയമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും അതിൻ്റെ ഗർഭപാത്രവും, ഇങ്ങനെയുള്ള സലാജസൂർ എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കുടൽമാലയും, അതുപോലെ അതിൻ്റെ പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മറു എന്നൊക്കെ പറയില്ല നമ്മൾ, അതിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒഴുകുന്ന ആ എന്താ പറയുക, പിന്നെ മാലിന്യങ്ങൾ, ഇതൊക്കെ കൂടിയതാണ് സലാജസൂർ. ഈ ഒട്ടകത്തിൻ്റെ അതല്ലെങ്കിൽ ഇതിൻ്റെ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ ആരാ കുറിച്ച് കൊണ്ടുവരിക? ഇദ്ദേഹത്തിൻ്റെ തലയിലിടാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി ഉഖബത്തു റബീ മുആയ്യിത്താണ് ചെയ്തത് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി കിടക്കുമ്പോൾ അവിടുത്തെ രണ്ട് ചുമലുകൾക്കിടയിലായി അവിടുത്തെ ലഹറിൽ അവിടുത്തെ പുറത്ത് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ദേഹത്ത് ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിടുകയാണ്. റസൂലുള്ളാഹിക്ക് സുജൂദിൽ നിന്ന് തല പൊക്കാൻ കഴിയുന്നതിൻ്റെ ഭാരം കൊണ്ട് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും അതിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മാലിന്യങ്ങളും ഒക്കെയാണ്. സുജൂദിൽ നിന്ന് തല പൊക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരൊക്കെ കൂടെ ചിരിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസ്, അവരൊക്കെ കൂടെ ചിരിക്കുകയാണ്. അവർ ചിരിച്ചു മറിയാണ്. ചിരിക്കുക എന്ന് മാത്രമല്ല, ഹദീസിൽ കാണാം അവർ യുഹീലു ബഅദുഹും അലാ ബഅദ്, അവർ ചിരിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ചിരിച്ചു മറയാണ്. അവരിതിൻ്റെ ആഹ്ലാദം, ഇത് ക്രൂര വിനോദമാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മാലിന്യങ്ങൾ മാറ്റിക്കൊടുത്ത് റസൂലുള്ളാഹി തല ഉയർത്തി റസൂലുള്ളാഹിനെ കഴുകി വൃത്തിയാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. വള്ളത്തോൾ നാരായണ മേനോന്റെ പാംസുസ്നാനം എന്ന കവിതയിൽ ദീർഘമായ പ്രവാചക പ്രകീർത്തന കാവ്യത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഇദ്ദൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാഭമങ്ങാതെ അഭംഗസത്വൻ മണ്ണിൽ കുളിച്ചൊരു ഗജം കണക്കെ മന്നം നടന്ന ആത്മഗൃഹത്തിലെത്തി ആമൂർധവാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു കണ്ണീർ കുടം കൊണ്ടലാണ്ട പുത്രി പിടിച്ചിരുത്തി ചളിപോക്കവാനായി പകർന്ന കുംഭോധമോടുകൂടി താതന്റെ ഗാത്രത്തിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണീരും എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ വിശദീകരിക്കല്ല. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലീൻ ചെയ്തെടുക്കുന്നു, വൃത്തിയാക്കുന്നു, സമാധാനിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സുജൂദിൽ കിടക്കാൻ പോലും, സുജൂദ് ചെയ്യാൻ പോലും, അത് പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഖുറൈശികൾ എന്ന് വന്നപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉതിർന്നുപോയി. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. അല്ലാഹുവേ നിന്റെ മേൽ ഈ ഖുറൈശിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്കെതിരെയുള്ള കേടായിട്ടൊരു പ്രാർത്ഥനയാണ്. അഥവാ ഇത് ചെയ്ത ഖുറൈശികളെ നീ പിടികൂടണേ, നീ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണേ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രാർത്ഥനയാണ്. സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ ചീഞ്ഞു നാറിയ കുടൽമാലകളും ഗർഭപാത്രാവശിഷ്ടങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കൊണ്ടുവന്ന് ചാർത്തി സുജൂദ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ വന്നപ്പോൾ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥിച്ചതാണ് അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. അപ്പോൾ ആ പ്രാർത്ഥന ഒരു മദ്ലൂമിൻ്റെ ദുആയാണ്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ചരിത്രം പറയാം, ഖുറൈശികൾ തന്നെ ബേജാറായി. കാരണം മദ്ലൂമിൻ്റെ പ്രാർത്ഥനയാണ്. അതുപോലെ ലിയന്നഹും കാനു യഅലമൂന അന്ന ദുആ ഫീ ദാലിക്കൽ ബലദി മുസ്തജാബ്, അവിടെ വെച്ച് ചെയ്യുന്ന ഒരു പ്രാർത്ഥന കഅബാലയത്തിൻ്റെ പരിസരത്ത്, മക്കയിൽ എന്ന് മാത്രമല്ല കഅബാലയത്തിൻ്റെ പരിസരത്ത് അന്ന് സാഷ്ടാംഗത്തിൽ കിടക്കുന്ന സമയത്ത് ചെയ്ത ഈ ഒരു ക്രൂരതക്ക് ആ സമയത്ത് ആ ഇടത്ത് ആ ഒരു പരിശുദ്ധ സ്ഥലത്ത് വെച്ച് ചെയ്ത പ്രാർത്ഥന, പുണ്യസ്ഥലിയിൽ നടന്ന പ്രാർത്ഥന, അത് മുസ്തജാബാണെന്ന് മക്കാ മുശ്രിക്കീങ്ങൾ പോലും ഭയപ്പെട്ടു. അവർ പേടിച്ചു പോയി. പക്ഷേ ആ പ്രാർത്ഥന കുറിക്കൊണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താ? എന്നാൽ ഉടനടി അല്ലാഹു തആല ഇടിത്തീർക്കി നശിപ്പിച്ചോ ഈ ഖുറൈശി നേതാക്കന്മാരെ? അബൂജഹലിനെ, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിനെ, അതുപോലെ ഉത്ബത്തിനെ, ഷൈബത്തിനെ, വലീദിനെ, ഇവരെയൊക്കെ ആ സമയം അപ്പം തന്നെ ഒരു ഇടിത്തീർക്കി നശിപ്പിച്ചോ? നമ്മളങ്ങനെ പ്രതീക്ഷിക്കുക? അതാണോ? അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, ശരി. പക്ഷേ എപ്പോഴാ? ഖുറൈശികളൊക്കെ പിന്നെയും ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ പ്രമാണിമാരൊക്കെ പിന്നെയും വർഷങ്ങളോളം സുഭിക്ഷമായി ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. കാലൊന്ന് വെച്ചുത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്നുണ്ട് അവർ പിന്നെയും. പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ടുകൊണ്ട്, ഇത് നുബുവത്തിൻ്റെ തുടക്ക കാലഘട്ടത്തില്ല, നുബുവത്തിൻ്റെ 10 കൊല്ലത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടിൽ തന്നെയാണല്ലോ. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ നബി തങ്ങൾ 53-ാമത്തെ വയസ്സിലാണ് ഹിജറ പോകുന്നത്. ഹിജറ 2-നാണ് ബദർ യുദ്ധം. ഹിജറ 2-നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 55 വയസ്സ് പ്രായം ഉണ്ടാകുമ്പോഴാണ് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. നുബുവത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് ഈ സംഭവം, ഈ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ട് ഹാരാർപ്പണം ചെയ്ത സംഭവം, അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ച സംഭവമൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് പോയിട്ട് ഹിജറ ചെയ്ത് മദീനയിലെത്തിയ ശേഷം 2-ാം കൊല്ലം നടന്ന ബദർ യുദ്ധത്തിൻ്റെ ആ തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് യുദ്ധം നടക്കാൻ പോകുന്ന ബദർ രണാങ്കണത്തിലൂടെ നബി തങ്ങൾ സഹാബികളിൽ ചിലർക്കൊപ്പം നടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഹാദാ മസ്റഅ ഫുലാൻ, ഹാദാ മസ്റഅ ഫുലാൻ, ഹാദാ മസ്റഅ ഫുലാൻ. പണ്ട് നബി തങ്ങളെ കഅബാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ട് ഹാരാർപ്പണം ചെയ്തതിൽ പങ്കെടുത്തവർ ആരൊക്കെയുണ്ടോ അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു, ഇതാ ഇവൻ വന്നു വീഴുന്ന സ്ഥലമാണിത്. ഉത്ബത്ത് വന്നു വീഴുന്ന സ്ഥലം, ഷൈബത്ത് വന്നു വീഴുന്ന സ്ഥലം, വലീദ് ബിൻ മുഗീറ വന്നു വീഴുന്ന സ്ഥലം, അബൂജഹൽ വന്നു വീഴുന്ന സ്ഥലം, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് വന്നു കിടക്കുന്ന സ്ഥലം. ഈ 7 പേരോളം ഈ ഖുറൈശി പ്രമാണിമാരിലെ 7 ആളുകളെ, 7 പ്രമാണിമാരെ, ഖുറൈശി കിങ്കരന്മാരെ അല്ലെങ്കിൽ ഖുറൈശി വര്യരെ, ക്രൂരന്മാരെ, അവർ വന്നു വീഴുന്ന സ്ഥലം എന്ന് പിറ്റേന്ന് നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ തലേരാത്രിയായി പറയുന്നത്. ചരിത്രം രേഖപ്പെടുത്ത സഹാബി പറയാണ്, അല്ലെങ്കിൽ റാവി പറയാണ്, പിറ്റേന്ന് യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് ഒരു ചെറിയ വ്യത്യാസം പോലുമില്ലാതെ നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതേ സ്ഥലങ്ങളിൽ അവരൊക്കെയും വന്ന് കിടന്നു. അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഖലീബ് ബദറിൽ കൊണ്ടുപോയി തള്ളുകയാണ്. ബദറിലെ പൊട്ടക്കനെ ഒരു കിണറ്റിൽ കൊണ്ടുപോയി തള്ളുകയാണ്. അവർക്ക് വേണ്ടി കുഴിക്കപ്പെട്ട ഒരു കുഴിയിൽ അവരെ കൊണ്ടുപോയി തള്ളുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ചെയ്തത് എന്നാണ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്.
ദുആക്ക് ഉത്തരം കിട്ടിയതാണ്. പക്ഷേ അതിൻ്റെ ആ ദുആക്ക് ഉത്തരം കിട്ടിയതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ പ്രകടനം, അതിൻ്റെ എന്താ പറയുക, അത് ശരിക്കും പുലർന്നു കണ്ടത് എപ്പോഴാണ്? എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ദുആക്ക് ഉത്തരം വൈകുക എന്നുള്ളത് ഒരിക്കലും നിരാശക്ക് കാരണമാകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് പോലും ഇങ്ങനെ വൈകി വർഷങ്ങളുടെ കാലങ്ങൾക്ക് ശേഷമാണ് ഉത്തരം കിട്ടിയതെങ്കിൽ പിന്നെ അതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? ഉത്തരം വൈകുന്നതിൽ നമുക്ക് നിരാശയ്ക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രം പറയുന്നുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്ത് യൂനുസ് 90-ാമത്തെ ആയത്തിലും അതിൻ്റെ പരിസരങ്ങളിലും പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും അള്ളാഹുവോട് ദുആ ചെയ്തു. മൂസാ നബി ആ ദുആ ചെയ്യുന്നത്, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا طمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. സൂറത്ത് യൂനുസ് 89. വിശുദ്ധ ഖുർആനിലെ യൂനുസ് അധ്യായം 89-ാമത്തെ ആയത്തിൽ പറയുന്നത് മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്. ഫിർഔനെതിരെ, ഫറോവക്കെതിരെ നാശം കൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ആ സമയത്ത് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാ, ഖാല, റബ്ബ് പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, അള്ളാഹു പറഞ്ഞു മൂസാ നബിയോടും ഹാറൂൻ നബിയോടും. ദുആ ചെയ്തത് മൂസാ നബിയാണ്, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. അവർ രണ്ടുപേരും ദുആ ചെയ്ത ഫലത്തിലായി. ഈ രണ്ടുപേരും ഫറോവക്കെതിരെ, ഫിറഔന്റെ ആളുകൾക്കെതിരെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല പറയാണ്, ഖാല, റബ്ബ് പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഫസ്തഖീമാ വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ. സൂറത്ത് യൂനുസ് 90, ആയത്ത് 90. അല്ലാഹു തആല പറയാണ്, അവരുടെ പ്രാർത്ഥനകളോട് പറയണം അല്ലാഹുവിൻ്റെ പ്രതികരണം, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടാളുകളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ ഈ പ്രാർത്ഥനയും അതുപോലെ ആ പ്രാർത്ഥനയുടെ സംഭവം കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫറോവ നശിപ്പിക്കപ്പെട്ടതെന്നോ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്. തഫ്സീറുകളിൽ കാണാം, മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തുകൊണ്ട് അദ്ദുറുൽ മൻസൂർ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ അവർ പറയാണ്, ബഅദ 40 സന, 40 കൊല്ലം കഴിഞ്ഞ. അപ്പോൾ ഹാറൂൻ നബിയും മൂസാ നബിയും ദുആ ചെയ്യുകയും ഇരുവരുടെയും ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ശേഷം, ഉറപ്പ് കൊടുക്കുകയും ചെയ്ത ശേഷവും 40 കൊല്ലം കഴിഞ്ഞ്, 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് പിന്നെ ഫറോവയും കൂട്ടരും കടലിൽ മുക്കിക്കൊല്ലപ്പെടുന്നതും നശിപ്പിക്കപ്പെടുന്നതും. അപ്പോൾ അവർക്ക് നിരാശ വന്നോ? ഇല്ല. കാരണം അവർ നബിമാരാണ്. അവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, അള്ളാഹുവിൻ്റെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ട്, അവരുടെ പ്രാർത്ഥനകളുടെ ഉത്തരങ്ങളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിനു വേണ്ടി 2 സംഭവങ്ങൾ ഉദ്ധരിച്ചു എന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞ ഹിക്മത്തിൻ്റെ ആശയം വ്യക്തമായല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല അള്ളാഹുവിൻ്റെ ഉത്തരം. നാം ഉദ്ദേശിക്കുന്ന മാത്രയിലായിരിക്കണമെന്നുമില്ല അള്ളാഹുവിൻ്റെ ഉത്തരം. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ദുആ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹദഫാണ്. ഇമാമിങ്ങൾ പറയുന്നത് ദുആ ഹുവ ഹദഫ് ലൈസ ബി വസീല. ദുആ അത് വെറും മാധ്യമം എന്ന രീതിയിൽ കാണരുത്, അത് ലക്ഷ്യം തന്നെയാണ്. ദുആ തന്നെ ഒരു ഇബാദത്താണ്. ഒന്നും കിട്ടിയില്ല നോക്കുക, നമ്മൾ ഓരോ കാര്യം അള്ളാഹുവോട് ദുആ ചെയ്യുക, നമ്മൾ ചോദിക്കുന്നത് കിട്ടിയില്ല നോക്കുക, അള്ളാഹു അതിന് പ്രതിഫലം തരും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ ദുആന്റെ ഉത്തരം നമ്മൾ ചോദിക്കുന്നത് എന്തോ അത് തന്നെ ഉടനടി കിട്ടും, ഇതൊരു സാധ്യത. മറ്റൊരു സാധ്യത, ആ ദുആ നമ്മൾ എന്താണോ റബ്ബിനോട് ചോദിച്ചത് അത് തന്നെ കിട്ടും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കിട്ടും. എപ്പോൾ കിട്ടും അറിയില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാവാം, മാസങ്ങൾക്ക് ശേഷമാവാം, ദിവസങ്ങൾക്ക് ശേഷമാവാം, ആഴ്ചകൾക്ക് ശേഷമാവാം, കൊല്ലങ്ങൾക്ക് ശേഷമാവാം, പതിറ്റാണ്ടുകൾക്ക് ശേഷമാവാം, ഉത്തരം കിട്ടും അതേപോലെ. അല്ലെങ്കിൽ ഒരു സാധ്യത, നമ്മളൊരു കാര്യം ദുആ ചെയ്യുന്നു, പക്ഷേ ആ ചോദിച്ചതല്ല അള്ളാഹു തരിക, അതിൻ്റെ വേറെ ഒരു രൂപത്തിലുള്ള ഒരു ഖൈർ തരും. അതല്ലെങ്കിൽ മറ്റൊരു അപകടത്തിൽ നിന്ന് റബ്ബ് നമ്മളെ കാക്കും. നമ്മൾ ചോദിച്ചത് ഒരു നിഅമത്തിനാണ്, പക്ഷേ അള്ളാഹു തരുന്നത് ഒരു നിഖ്മത്തിൽ നിന്ന്, ഒരു അദാബിൽ നിന്ന്, ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെ കാക്കലാണ്, നമുക്ക് സംരക്ഷണം നൽകലാണ്. അപ്പോഴും ദുആ വെറുതെ ആയില്ല. ഇതൊന്നുമല്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്തത്, ദുനിയാവിൽ വെച്ച് അള്ളാഹു നമുക്കതിൻ്റെ ഉത്തരം നൽകിയില്ലെങ്കിൽ പോലും ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് തരും. അതും വലുതാണല്ലോ. ഈ ക്ഷണികമായ ഐഹിക ലോകത്ത് നമ്മൾ ചോദിച്ചത് തന്ന് സുഖവും സന്തോഷവും അനുഭവിക്കുന്നതിനേക്കാൾ നമുക്ക് മെച്ചം, നമുക്ക് ഉത്തമം, ശാശ്വതമായ ഒരിക്കലും നാശമില്ലാത്ത പാരത്രിക ലോകത്ത് അതിൻ്റെ ഗുണം കിട്ടാനല്ലേ. പക്ഷേ ദുനിയാവിൽ നമുക്കത് വിശ്വാസം വരൂല, നമുക്കത് ബോധ്യപ്പെടൂല. അത് ബോധ്യപ്പെടാനുള്ള ഒരു ഇൽമ്, അത് ബോധ്യപ്പെടാനുള്ള ഒരു ഹിക്മത്ത്, അത് ബോധ്യപ്പെടാനുള്ള ഒരു മാനസികമായ ഒരു സന്നദ്ധത, അതാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് മഹാനായ
ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ നമുക്ക് ഉപദേശിക്കുന്നതും എന്ത് പ്രാർത്ഥിക്കുക, ഉത്തരം കിട്ടുന്നോ കിട്ടുന്നില്ല ഏത് രൂപത്തിലെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് പൊതുവെ ചോദിക്കുന്നത് വെറുപ്പാണ്. ചോദിച്ചാൽ തന്നെ ഒരു വട്ടം ചോദിച്ചു, 2 വട്ടം ചോദിച്ചു. നമ്മുടെ കാര്യം തന്നെ പറയാം. നമ്മളോട് ഒരു കാര്യം ചോദിച്ചു, 2 വട്ടം ചോദിച്ചു, 3 വട്ടം ചോദിച്ചു, പിന്നെ നമുക്ക് വെറുപ്പാവും, ദേഷ്യപ്പെടും. എന്നാൽ അള്ളാഹു തആല നമ്മൾ എത്ര കണ്ട് ചോദിക്കുന്നുവോ അത്ര കണ്ട് അവന് ഇഷ്ടമാണ്. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്, അതസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഇൻ സഅൽതഹു യഗ്ളബു. ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ, ആദമിന്റെ പുത്ര മനുഷ്യ, നീ ഒരു കാര്യം ചോദിക്കണ്ട. ലാ തസ്അലന്ന ബുനയ്യ ആദമ, ലാ തസ്അലന്ന, നീ ചോദിക്കാൻ നിൽക്കേണ്ട, ബുനയ്യ ആദമ, ആദമിന്റെ പുത്രനോട്, പുത്രനോട് നീ ചോദിക്കാൻ നിൽക്കേണ്ട, മനുഷ്യനോട് നീ ചോദിക്കാൻ നിൽക്കേണ്ട ഹാജത്ത് എന്നൊരു ആവശ്യവും. ലാ തസ്അലന്നന്റെ മഫ്ഊലാണ് ബുനയ്യ ആദം, പുത്രനോട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോട് നീ ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട, ഹാജത്ത് എന്നൊരു ആവശ്യവും ചോദിക്കാൻ നിൽക്കേണ്ട. മഫ്ഊൽ സാനിയാണ് ഹാജ. വസലില്ലദീ, പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? അബ്വാബുഹു ലാ തുഹ്ജബു, വാതിലുകൾ ഒരിക്കലും മറക്കപ്പെടാത്ത അള്ളാഹുവോട് ചോദിക്കുക, മറകളില്ലാത്ത റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അള്ളാഹുവോട് നമ്മൾ ചോദിക്കാതിരുന്നാൽ, അള്ളാഹുവോട് ചോദിക്കുന്നത് ഒഴിവാക്കിയാലാണ് അള്ളാഹു വെറുപ്പ്. അള്ളാഹു യഗ്ളബു, അള്ളാഹ് ദേഷ്യപ്പെടും. ഇൻ തറക്ത, നീ ഒഴിവാക്കിയാൽ, സുആലഹു, റബ്ബിനോട് ചോദിക്കൽ. വബുനയ്യു ആദമ, എന്ന മനുഷ്യപുത്രനോ, ഇൻ സഅൽതഹു യഗ്ളബു, നീ ചോദിക്കുകയാണെങ്കിലാണ് അവൻ ദേഷ്യപ്പെടുക. മനുഷ്യന്മാരോട് ചോദിച്ചാൽ മനുഷ്യന് ദേഷ്യപ്പെടും. അള്ളാഹുവോടാണെങ്കിൽ ചോദിച്ചില്ലെങ്കിലാണ് പടച്ചോന് വെറുപ്പ്. റബ്ബിനോട് നമ്മൾ നിരന്തരമായി, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ വലിയ വാക്കുകളാണ്. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഇൻ സഅൽതഹു യഗ്ളബു ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആശയം നമ്മൾ ഉൾക്കൊള്ളുക. അത് തന്നെയാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്മത്തിലൂടെ പറഞ്ഞു വെക്കുന്നതും. നമ്മൾ എത്ര കണ്ട് ചോദിക്കുന്നോ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഉത്തരം വൈകുന്നതിൽ നമ്മൾ നിരാശപ്പെടേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല, നാം ഉദ്ദേശിക്കുന്ന മാത്രയിലും ആയിരിക്കണമെന്നില്ല, നാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന രീതിയിലുമായിരിക്കണമെന്നില്ല. എല്ലാം അള്ളാഹുവിന് വിടുക. അള്ളാഹു തആല അങ്ങനെ തവക്കുലായി അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു തവക്കുലിൻ്റെ ഹൃദയം, മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.